നമ്മൾ ഇതേപോലെ സ്റ്റോണിൽ എങ്ങനെ NSന്റെ ടെയിൽ വെച്ച് സെറ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ നിയമങ്ങൾക്ക് അനുസരിച്ച് നമ്മളെ വണ്ടിയിൽ സാധാരണ ടെയിൽ സെറ്റ് കഴിഞ്ഞാൽ എന്തായാലും ഫൈൻ കിട്ടാൻ പിടിച്ചു കഴിഞ്ഞാൽ NSന്റെ ടെയിൽ കയറ്റി കഴിഞ്ഞാൽ അങ്ങനെ അറിയാനൊന്നും പറ്റുന്നില്ല. പിന്നെ അത്രയും അളന്ന് കുറച്ച് ഗൂഗിളിലൊക്കെ നോക്കി മാത്രമേ നമുക്ക് ഫൈന് കിട്ടൂ. അപ്പോൾ നോർമൽ ടെയിൽ വെച്ച് എന്തായാലും കിട്ടും. ഇത് കിട്ടേണ്ട ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോക്കായിട്ട് വരുന്ന ASന്റെ ടെയിൽ ഒരു ഫൈബർ പീസ് നമ്മളെ പാഷൻ പ്രോയിനൊക്കെ വരുന്ന ഇതിൽ കുറച്ച് ലെന്തായിട്ട് നിൽക്കും. അപ്പോൾ അത് കുറച്ച് വേറെയാണ് ഇത് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ നേരത്ത് നമ്മുടെ സ്റ്റോക്കായിട്ട് RSന് വേറെ ASന് വേറെ ഹഗ്ഗറും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോഴത്തേക്ക് ഈ ഒരു സാധനം സെറ്റ് ചെയ്ത് നമ്മൾ എക്സ്ട്രാ ഹഗ്ഗർ വയ്ക്കണം. അപ്പോൾ ഞാൻ ഇതിൽ സെറ്റ് ചെയ്തത് RS 200 ഹഗ്ഗറാണ് വെച്ചേക്കുന്നത്. NSൻ്റെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ലെന്തായിട്ട് അകത്തോടെ കാണും. പിന്നെ ഇതാണ് കുറച്ചുകൂടെ മസ്കുലർ ലുക്കും. അപ്പോൾ അത് സെറ്റ് ചെയ്യേണ്ട ഹോൾഡറും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ സ്റ്റോക്കായിട്ട് തന്നെ വരും. കാരണം NSന് ASന് RSനൊക്കെ ഓൾമോസ്റ്റ് സെയിം ചേസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി വേറെ ബിൽഡൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഹഗ്ഗർ സെറ്റ് ചെയ്യണം. പിന്നെ ഈ ഒരു പീസ് NS 200ൻ്റെതാണ്. അത് ഷോറൂമിൽ തന്നെ കിട്ടും. പിന്നെ 400 രൂപ അങ്ങനെ പ്രൈസ് വരുന്നുള്ളൂ. പിന്നെ ഈ രണ്ട് ഇൻഡിക്കേറ്ററും ഡൊമിനോറിൻ്റെ ഒറിജിനൽ ഇൻഡിക്കേറ്ററാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അതിന് ഒരു പീസിന് എനിക്ക് തോന്നുന്നു 450 500 അങ്ങനെ ആയത്. രണ്ടും കൂടെ 1000 അടുപ്പിച്ചായിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഞാൻ ഇപ്പോൾ നോർമലായിട്ടുള്ള നമ്പർ പ്ലേറ്റാണ് വരുന്നത്. അത് മാറ്റി പഞ്ചിലാക്കിയിട്ടുണ്ട്. ഇത് ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് ഒന്നുമല്ല, നോർമൽ പഞ്ച് നമ്പർ പ്ലേറ്റാണ്. പിന്നെ ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ മുകളിൽ നിന്ന് ലൈറ്റ് നമ്മുടെ സ്റ്റോക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് അതിന് നമുക്ക് എടുക്കാൻ പറ്റും. അതുമാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ സ്റ്റോക്കായിട്ടുള്ള ആ ഹഗ്ഗർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ സ്റ്റോക്ക് ഹഗ്ഗർ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ചെയ്തത്. ചിലവരൊക്കെ ഈ ഒരു ഹഗ്ഗർ ഇവിടെ നിന്ന് സെറ്റോടെ റിമൂവ് ചെയ്തതിനു ശേഷം പിന്നെ വേറെ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ അടിക്കുന്ന സമയത്ത് ഇതൊരു നല്ല രീതിക്ക് അടിച്ചു കയറും. നമ്മുടെ സ്റ്റോക്ക് ഹഗ്ഗർ ഈ ഒരു സാധനം തൊട്ട് ഇതുവരെ ഒറ്റ പീസാണ് വരുന്നത്. നമ്മുടെ NSൻ്റെയും ASൻ്റെയും ടെയിൽ പീസ് തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ NSൻ്റെ ടെയിൽ പീസ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരെയ്ക്ക് ഒറ്റ പീസാണ്. ഒന്നില്ലെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു പീസ് മൊത്തത്തിൽ മാർച്ച് ചെയ്യണം. അപ്പോൾ മൊത്തത്തിൽ മാർച്ച് ചെയ്യുന്നത് കുറച്ച് എക്സ്പെൻസ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പരിപാടി ഇപ്പോൾ ഇതിൽ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ സ്റ്റോക്ക് ആക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റേ ടെയിൽ വാങ്ങിക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ കട്ട് ചെയ്ത് ഊരി മാറ്റിയിട്ട് ചെയ്യണമെങ്കിൽ വെള്ളം അടിച്ച് നമ്മുടെ CD യൂണിറ്റിലൊക്കെ പോയിട്ട് അത് വൻ പണിയായിട്ട് വരും. അപ്പോൾ അതിനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇതിൻ്റെ അടിയിൽ ഈ ഒരു രണ്ട് സൈഡും ജോയിൻ്റായിട്ട് വേറൊരു കമ്പി വരുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റോക്കായിട്ട് വരുന്ന ഹോളിൽ മാത്രമേ നമ്മുടെ കിറ്റിൽ ഹോൾഡ് സെറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആദ്യം തന്നെ അത് രണ്ടും കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ സാധനം നമുക്ക് അടുപ്പിക്കാനും ദൂരോട്ടാക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ലെന്തിനനുസരിച്ച് നമുക്ക് മുകളിൽ ഇത് കൊണ്ടുവച്ചതിന് ശേഷം ഹോൾട്ടാൽ മതി. അപ്പോൾ ഇത് ഹോൾ ഇടുന്ന കാര്യമാണെങ്കിലും ഇവിടെ ആയിട്ട് നമ്മുടെ ഇൻഡിക്കേറ്ററൊക്കെ അകത്തിടാൻ വേണ്ടി 2 ഹോളുണ്ട്. അപ്പോൾ അവിടെ ഇടരുത്, അതിൻ്റെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വേണം ഹോൾ ഇടാൻ വേണ്ടി. ഞാൻ നേരത്തെ അതിൻ്റെ അടിഭാഗത്തൊരു സാധനം കട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞത്, അത് കട്ട് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ ലെന്ത് ഇത്രയായിരിക്കും. അപ്പോൾ ഈ ഫൈബർ പീസിൽ നമ്മൾ ഹോൾട്ട് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു സ്ട്രെങ്ത് അതിന് കാണില്ല ആ ഒരു ഫിറ്റിങ്ങിന്. അതിനുവേണ്ടിയാണ് ഈ ഒരു മെറ്റൽ പീസ് തന്നെ ഹോൾട്ടത്. അപ്പോൾ മെറ്റൽ പീസ് ഹോൾട്ടണമെങ്കിൽ ആ സാധനം കുറച്ചുകൂടെ ഒന്ന് അടുക്കണം. അതിന് വേണ്ടി അടിയത്തെ പീസ് കട്ട് ചെയ്തത്. അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം ഇത് അടുപ്പിച്ചതിന് ശേഷം ഇവിടെ ഹോൾട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹഗ്ഗറും ഈ ഒരു നമ്പർ പ്ലേറ്റ് നമ്മൾ ഇത്ര ഡിസ്റ്റൻസ് കാണും. ഇത്ര ഡിസ്റ്റൻസ് ഒന്നും കാണില്ല. ഞാൻ ഇപ്പോൾ എക്സ്പൾസിൻ്റെ കയറ്റിയാണ് ഇത്രയൊരു ഹൈറ്റ് വ്യത്യാസം നിൽക്കുന്നത്. അല്ലെങ്കിൽ തട്ടാത്ത രീതിയിൽ വ്യത്യാസം കാണും. ഞാൻ ആദ്യം സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനല്ല ഇതിന് മുമ്പിൽ ഓണർ സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഒരു സാധനത്തിൽ നിന്ന് ജസ്റ്റ് ആ ഒരു ക്ലാമ്പിട്ട് വെൽഡ് ചെയ്ത് ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പീസ് ഏകദേശം ഇവിടെ ആയിട്ട് വരും. അങ്ങനെ ചെയ്യാനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ 2 പേരൊക്കെ കയറി ഗട്ടറൊക്കെ വീഴുമ്പോഴത്തേക്കും നമ്മുടെ ഹഗ്ഗറിൽ വന്ന് ഇത് ഇടിക്കും. അവിടെ എത്ര മാക്സിമം ദൂരോട്ട് ഹോൾഡാൻ പറ്റുമോ അത്രയും ദൂരോട്ട് ഹോൾട്ട് വേണം ഈ ഒരു സാധനം പിടിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് നല്ല രീതിക്കൊന്ന് മുകളിലോട്ട് തള്ളിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ചെറിയൊരു പേനയുടെ 3 രൂപയുടെ പേനയുടെ പീസ് വെച്ചിട്ട് അതിലിതേപോലെ MC-യിൽ അടിച്ചൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെ എന്നെ ഇൻസ്റ്റായിൽ കൂടെയൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ എൻ്റെ ഇൻസ്റ്റാ ID കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്ക്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.